Hi, welcome to Lift Logic. നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ബോഡിയിലെ ഏറ്റവും മോസ്റ്റ് ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു മസിൽ ഗ്രൂപ്പിനെ കുറിച്ചിട്ടാണ് ബാക്ക് മസിൽ. നിങ്ങൾക്ക് കുറച്ച് തിക്കറും വൈഡർ ആൻഡ് സ്ട്രെങ്ത് ആയിട്ടുള്ള ഒരു മസിലാണ് ബാക്ക് മസിലാണ് വേണ്ടതെങ്കിൽ നമ്മൾ തരുന്ന കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ബെസ്റ്റ് റിസൾട്ട് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. സോ അതിന് കുറച്ച് ടെക്നിക്സും കുറച്ച് ടിപ്സൊക്കെ ഉണ്ട്. നമുക്കെന്നാൽ വീഡിയോയിലേക്ക് പോകാം. So first of all, we have lat pulldown. ഇത് നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് ബാക്കിന് ഏറ്റവും കൂടുതൽ എക്സിക്യൂഷനും അതുപോലെ തന്നെ ബാക്കിൻ്റെ വൈഡ്നെസ്സിനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഗ്രേറ്റർ എക്സസൈസ് ആണ്. വിൽ സി ഹൗ ടു ഡു ദിസ്. പ്ലീസ്. സോ നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ ഗ്രിപ്പാണ് ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സോ ഇറ്റ്സ് സ്ലൈറ്റ്ലി വൈഡർ ദാൻ യുവർ ഷോൾഡർ വിത്ത്. എന്നിട്ട് എപ്പോഴും നമ്മുടെ റിസ്റ്റ് ന്യൂട്രലായിരിക്കണം. ഇറ്റ് വോണ്ട് ബി ലൈക്ക് കർവിയോ അങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കരുത്. ജസ്റ്റ് ഗ്രിപ്പ് ആൻഡ് തമ്പ് inside, gripping properly. Okay, sit straight. Okay, so now നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക് ആർച്ച് ചെയ്ത് ഇത് ലാറ്റ്സിന് നമ്മൾ കംപ്ലീറ്റ്ലി ഹിറ്റ് ചെയ്യുന്നുണ്ട്. ബാക്ക് ആർച്ച് ചെയ്യാതെ സ്ട്രെയിറ്റ് അപ്പ് ചെയ്യുക. ദെൻ സിറ്റ് ടോൾ, എൻഗേജ് യുവർ കോർ, ദെൻ സ്ലൈറ്റ്ലി ബാക്ക്വേർഡ്. ഓക്കെ, ഇനി നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നത് നമ്മൾ എൽബോ കൊണ്ടാണ് ഡ്രൈവ് ചെയ്യേണ്ടത്. ഒരിക്കലും ആംസിൻ്റെ ഇൻവോൾവ്മെൻറ്റ് കൊടുത്ത് അങ്ങനെ ഡ്രൈവ് ചെയ്യരുത് ഏറ്റവും കൂടുതൽ. ബട്ട് ദർ ഇസ് സ്റ്റിൽ നമുക്ക് ബൈസെപ്സിൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാവും. ബട്ട് മേജർലി നമ്മൾ ചെയ്യേണ്ടത് എൽബോ കൊണ്ട് ഡ്രൈവ് ചെയ്യുക. സോ ഇനിഷ്യലി യു ഹാവ് ടു റീട്രാക്ട് യുവർ സ്കാപ്പുല സ്ലൈറ്റ്ലി. ക്യാൻ യു റീട്രാക്ട് യുവർ സ്കാപ്പുല ലിറ്റിൽ ബിറ്റ്? ഓക്കെ, ദെൻ യു ഡ്രൈവ് വിത്ത് യുവർ എൽബോസ് till below your chin level. Breathe out, then slowly up. ഇത് കൺട്രോൾഡ് മൂവ്മെൻ്റ് ആയിരിക്കണം. സ്ലോലി മുകളിലോട്ട് കൊണ്ടുപോവുക. ദ സെയിം ഡ്രൈവ് വിത്ത് യുവർ എൽബോ, breathe out and slowly up. Control this eccentric portion. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദിസ് ഇസ് വെയർ യുവർ മസിൽസ് ഈസ് ലൈക്ക് എൻഗേജിങ് പ്രോപ്പർലി. ഓക്കെ, ഗുഡ്. അപ്പ്. ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. സോ റീട്രാക്ട് യുവർ സ്കാപ്പുല. ഇത് വൺ സിംഗിൾ മൂവ്മെൻറ്റ്. റീട്രാക്ട് യുവർ സ്കാപ്പുല ആൻഡ് ഡ്രൈവ് വിത്ത് യുവർ എൽബോ. യെസ്, ഗുഡ്. ബ്രീത്ത് ഔട്ട് ദെയർ ആൻഡ് ബ്രീത്ത് ഇൻ ഫ്രം ദ സ്റ്റാർട്ടിങ്. ഓക്കെ, ദാറ്റ്സ് നമ്മുടെ രണ്ടാമത്തെ മൂവ്മെൻ്റ് ആണ്. ഇറ്റ്സ് എ സീറ്റഡ് കേബിൾ റോ. സോ ഇതെങ്ങനെ, ഇത് മിഡ് ബാക്കിൻ്റെ തിക്നെസ്സിന് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള എക്സസൈസ് ആണ്. ഓക്കെ, സോ ലെറ്റ്സ് സീ ഇത് എങ്ങനെയാണ് നമുക്ക് പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, കൻ യു ഗ്രാബ് ദ ഹാൻഡിൽ. സോ എ ന്യൂട്രൽ ഗ്രിപ്പ്, നീസ് കുറച്ച് ബെൻഡഡ് ആയിരിക്കുക. ഓക്കെ, സോ സിറ്റ് സ്ട്രെയിറ്റ്. ഓക്കെ, യാ. സോ ഫ്രം ഹിയർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എൽബോ കൊണ്ട് ഡ്രൈവ് ചെയ്യണം. സെയിം ലൈക്ക് റീട്രാക്ട് യുവർ സ്കാപ്പുല സ്ലൈറ്റ്ലി, ദെൻ ഡ്രൈവ് വിത്ത് യുവർ എൽബോ towards your torso. Okay, then so ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രീത്ത് ഇൻ ചെയ്യുക. then drive with your elbow and contract and breathe out. ഈ eccentric portion same, what you have to do, you have to go slower and control this movement. Okay, breathe out. Yes. സോ എന്താ നമുക്കിവിടെ മോസ്റ്റ്ലി നീഡെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പർ എക്സിക്യൂഷൻ ഓഫ് ദിസ് മൂവ്മെൻ്റ് ആണ്. നിങ്ങൾ ഒരിക്കലും വെയിറ്റ് ഹെവി ഇട്ടിട്ട് ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും സ്വിങ് ചെയ്തിട്ട് ഒരിക്കലും ഈ എക്സസൈസ് ചെയ്യാതിരിക്കുക. കാരണം നിങ്ങൾ ഒരുപാട് എനർജി വേസ്റ്റ് ആവുന്നുണ്ട്. ലാറ്റ്സിൽ നിന്ന് നിങ്ങൾ ആ ഒരു ലോഡ് പുറത്തോട്ട് പോവുകയാണ്. നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് കിട്ടുന്നില്ല. കാരണം നിങ്ങൾ ബാക്കിയുള്ള മസിൽസ് ഒരുപാട് ഇതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട് ആ സമയത്ത്. ഓക്കെ, സോ ഹിയർ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ ഷോൾഡേഴ്സ് എപ്പോഴും ഡൗൺ ചെയ്യുക. ഇത് ഷ്രഗ് ചെയ്യരുത്. ഡൗൺ ചെയ്ത് സ്ക്യൂസ് ചെയ്യുക. ഷോൾഡർ ബ്ലേഡ്സ് ബാക്കിലോട്ട് മാക്സിമം സ്ക്യൂസ് ചെയ്യുക. ദെൻ ഗോ. Yeah, that's it. Done. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഒന്നാം ഡംബൽ റോ ആണ്. വിച്ച് ഇസ് എ സ്റ്റാൻഡിങ് വേർഷൻ. നമുക്കിത് ബെഞ്ചിൽ തന്നെ ചെയ്യാം. ഒരു കൈ ഫോർവേഡ് ചെയ്തിട്ട് മറ്റൊരു നീ എടുത്ത് ബെഞ്ച് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ബട്ട് നമ്മൾ ഇന്ന് ചെയ്യുന്നത് സ്റ്റാൻഡിങ് വേർഷനാണ്. ഓക്കെ, സോ കെൻ യു ജസ്റ്റ് ഹോൾഡ് ദ ഡംബൽ. സോ ഒരു ഫീറ്റ് വൈഡ് ആക്കുക. ദെൻ ഗ്രാബ് ദ ഡംബൽ. എപ്പോഴും നമ്മുടെ എൽബോ ന്യൂട്രലായിട്ടിരിക്കാൻ നോക്കുക മാക്സിമം. ആൻഡ് ബാക്ക് ഫ്ലാറ്റ്. ബാക്ക് ഫ്ലാറ്റ്. ഓക്കെ, ഇവിടെ നമ്മൾ ചെയ്യുന്നത് കോറ് എൻഗേജ് ചെയ്തിട്ട് സെയിം ലൈക്ക് റീട്രാക്ട് സ്കാപ്പുല ആൻഡ് പുൾ. സോ നമ്മുടെ ഈ റിസ്റ്റ് ടോൾസോടെ നേരെ വരണം. ദെൻ യു ലോവർ ഇറ്റ്. സോ ഫുള്ളി സ്ട്രെച്ച് ചെയ്യുക. ഓക്കെ, ഇതിനകത്ത് കോമൺ മിസ്റ്റേക്സ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ആർ വെൻ യു ഗോയിങ് ഡൗൺ യു റൊട്ടേറ്റിംഗ് ടു മച്ച് ആൻഡ് ജസ്റ്റ് ഡ്രൈവ് ആൻഡ് യു റൊട്ടേറ്റിംഗ് ടു മച്ച് ഹിയർ ഓൾസോ. സോ നമ്മുടെ ഹിപ്പിൻ്റെ ഈ റൊട്ടേഷൻ ഉണ്ടല്ലോ, ഈ റൊട്ടേഷൻ ഓവറായിട്ട് ചെയ്യുന്നത് ഒരു മിസ്റ്റേക്കാണ്. സോ സ്റ്റെബിലൈസ് ചെയ്യുക ബാക്ക്. അതേപോലെ ഡ്രൈവ് വിത്ത് യുവർ എൽബോ closer to your body, drive, hold for 1 second and down. So breathe in ചെയ്യേണ്ടത് ഇവിടെ നിന്ന് breathe in ചെയ്യുക. Then take a good breath and breathe out. ഈ eccentric portion എപ്പോഴും സ്ലോ ആയിട്ട് ചെയ്യുക. ഓക്കെ, യാ. സോ ഇങ്ങനെയാണ് നമ്മൾ ഒന്നാം ഡംബൽ റോ ചെയ്യേണ്ടത്. ഓക്കെ, നമുക്കിനി അടുത്ത വേരിയേഷനിലോട്ട് പോകാം.
സോ നമ്മുടെ നാലാമത്തെ എക്സസൈസാണ് സ്ട്രെയിറ്റ് ആം പുൾ ഡൗൺ. ഇത് ലാറ്റ്സിന് ഏറ്റവും നല്ലൊരു ആക്ടിവേഷൻ കിട്ടുന്ന ഒരു എക്സസൈസ് കൂടെയാണ്. ഓക്കെ, ഇത് ഒരുപാട് പേര് റോങ് ആയിട്ട് ചെയ്യുന്നുണ്ട്. കാരണം അവരുടെ എൽബോസിൻ്റെ ചെറിയ അവർ ഹോൾഡ് ചെയ്യുന്നത് വെച്ചിട്ട് അവർക്ക് അത് ട്രൈസെപ്സ് മൂവ്മെൻ്റ് ആയിട്ട് പോകുന്നുണ്ട്. ഒരുപാട് പേർക്ക് ഇത് ലാറ്റ്സിലോട്ട് കിട്ടാതെ പോകുന്നുണ്ട്. സോ നമുക്ക് എങ്ങനെയാണ് ഇത് പ്രോപ്പറായിട്ട് ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇത് നമുക്ക് സ്ട്രെയിറ്റ് റോഡിലും അല്ലെങ്കിൽ ഒരു റോപ്പിലും ചെയ്യാന്നുള്ളതാണ്. സോ മെഷീനിൽ നിന്ന് കുറച്ചൊന്ന് ബാക്കിലോട്ട് നിൽക്കേണ്ടി വരും. സോ വി നീഡ് ദാറ്റ് സ്പേസ്. ഓക്കെ, ക്യാൻ യു കം ലിറ്റിൽ ബാക്ക്വേർഡ്? ഓക്കെ, സോ നൗ യു ഹാവ് ടു ബെൻഡ് ഫോർവേഡ് സ്ലൈറ്റ്ലി. ഓക്കെ ഓക്കെ, സോ ബാക്ക് എപ്പോഴും ഫ്ലാറ്റായിട്ട് പിടിക്കുക. ദെൻ ഫ്രം ഹിയർ എൽബോ സ്ട്രെയിറ്റ് ആക്കുക, സ്ലൈഡ് ബെൻഡ് ഓൺലി. നമ്മളിത് താഴോട്ട് കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ എൽബോയിലോട്ട് ഇനി വേറൊരു മൂവ്മെൻറ്റ്സ് കൊണ്ടുവരാതെ നോക്കുക. ഓക്കെ, ടേക്ക് എ ഗുഡ് ബ്രെത്ത്, എൻഗേജ് യുവർ കോർ. Okay, bring it closer to your body. Squeeze your back completely. Okay, now we go up. Fully stretch. Okay, once you stretch feel like then you have to drive it down with your elbow, focusing. Squeeze. Good. More. സോ നമ്മളെപ്പോഴും ഈ eccentric പോർഷൻ മാക്സിമം കൺട്രോൾ ചെയ്ത് സ്ലോലി വിടാൻ നോക്കുക. സോ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ നമുക്ക് മസിൽസിൽ ടെൻഷൻ കിട്ടുക. ഓക്കെ, സ്ക്യൂസ്. സോ ഇതിനകത്ത് കോമൺ, ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ കോമൺ മിസ്റ്റേക്ക് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ എൽബോസിൻ്റെ മൂവ്മെൻറ്റ് വരുത്തുന്നതിനനുസരിച്ച് ക്യാൻ യു ഷോ ലൈക്ക് വൺ മൂവ്മെൻറ്റ് എൽബോയിൽ ചെറിയൊരു മൂവ്മെൻറ്റ് വരുത്തുന്നതിനനുസരിച്ച് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നിങ്ങൾ ട്രൈസെപ്സ് ആയിരിക്കും ഏറ്റവും കൂടുതൽ എൻഗേജ് ആവുന്നത്. സോ അത് നമ്മളെപ്പോഴും ചെറിയൊരു ബെൻഡ്, എപ്പോഴും എൽബോയിൽ ചെറിയൊരു ബെൻഡ് ഹോൾഡ് ചെയ്യുക. ദെൻ ആ ഇത് ഹോൾഡ് ചെയ്തിട്ട് തന്നെ ഡ്രൈവ് ചെയ്യുക. ഓക്കെ, അതിനകത്ത് വേറെ ഒരു മൂവ്മെൻറ്റ്സും കൊണ്ടുവരാതെ നോക്കുക. ഓക്കെ ഓക്കെ ഡൺ. സോ ഇങ്ങനെയാണ് പെർഫെക്റ്റായിട്ട് നമുക്കൊരു സ്ട്രെയിറ്റ് ആം പുൾ ഡൗൺ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് റോപ്പിലും സെയിം മൂവ്മെൻറ്റ് തന്നെയാണ്. സ്ലോലി ഇവിടെ നിന്ന് തന്നെ പുൾ ചെയ്ത് ഡ്രൈവ് ചെയ്യുക. ഓക്കെ, ബാക്ക് എപ്പോഴും ഫ്ലാറ്റായിട്ടിരിക്കുക, ആർച്ച് ചെയ്യാതിരിക്കുക. ഓക്കെ, സോ ഇത് നമ്മുടെ ലാസ്റ്റ് എക്സസൈസാണ്, ബാക്കിൻ്റെ ഫിഫ്ത്ത് മൂവ്മെൻറ്റ് വിച്ച് ഈസ് ഹൈപ്പർ എക്സ്റ്റൻഷൻ. ഇത് സ്പൈനൽ റെക്ടേഴ്സിന് സ്ട്രെങ്തൻ ചെയ്യുന്ന മോസ്റ്റ് എഫക്റ്റീവായിട്ടൊരു എക്സസൈസാണ്. ഓക്കെ, ലെറ്റ് സീ ഹൗ ടു ഡു ദിസ്. ഓക്കെ, സോ നമ്മൾ പാഡ് എപ്പോഴും ബിലോ ഹിപ്പ് ലെവലിൽ അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, ലെഗ് ഫുള്ളായിട്ട് പ്ലാന്റർ പൊസിഷൻ. ഓക്കെ, ലോക്ക് ഇറ്റ് ഡൗൺ ഹിയർ. ഓക്കെ, പാഡ് ഹിപ്പിൽ നിന്നും താഴെ. ക്രോസ് യുവർ ഹാൻഡ്സ്. നിങ്ങൾ വെയിറ്റ് വേണമെങ്കിൽ വെയിറ്റ് യൂസ് ചെയ്യും. അഡ്വാൻസ് ലെവലിന്, ബിഗിനർ ആണെങ്കിൽ ദിസ് ഇസ് ഫൈൻ, ഇറ്റ്സ് വെരി എഫക്റ്റീവ്. ഓക്കെ, ഗോ ഡൗൺ 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 ഡൗൺ. സോ മാക്സിമം നിങ്ങൾക്ക് ബാക്കിലും ഹാംസ്ട്രിങ് ഒക്കെ സ്ട്രെച്ച് ആവുന്ന രീതിയിൽ ബാക്ക് ബെൻഡ് ചെയ്യുക. ദെൻ യു കം അപ്പ്, ഗ്ലൂട്ട്സ് ടൈറ്റ് ചെയ്യുക. എപ്പോൾ ഹിയർ. സോ ഓവർ ഹൈപ്പർ എക്സ്റ്റെൻഡ് ചെയ്യരുത്. ജസ്റ്റ് ഈ നിങ്ങളുടെ ബോഡി ഒരു പാരലൽ ലെവലിലോട്ട് എത്തുന്നത് പോലെ നേരെ വരിക. ദെൻ യു ഗോ ഡൗൺ. ഓക്കെ, കം അപ്പ്, എക്സെയിൽ. ഓക്കെ, ഇതൊരു സ്ട്രെയിറ്റ് ലൈനിൽ കൊണ്ടുവരിക. ഓക്കെ, ഗോ ഡൗൺ. Inhale from the bottom of the movement, then exhale when you come up slowly and contract. Yeah, nice. Okay. സോ ഇത് ഇങ്ങനെയാണ് ഹൈപ്പർ എക്സ്റ്റൻഷൻ പെർഫെക്റ്റ്ലി ചെയ്യേണ്ടത്. നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കുക, പാഡ് ബിലോ ഹിപ്പ് ലെവലിലിരിക്കുക. അതുപോലെ തന്നെ ഫീറ്റ് എപ്പോഴും നന്നായിട്ട് പ്ലാന്ററായിട്ട് ആ ഒരു പാഡിൽ കംപ്ലീറ്റ്ലി ഫിറ്റ് ചെയ്തിരിക്കുക. ആൻഡ് ലോക്ക് ഇറ്റ് ഡൗൺ. ഒരുപാട് വെയിറ്റ് യൂസ് ചെയ്ത് ഫോം തെറ്റിച്ച് ചെയ്യാതിരിക്കുക. ഓൾ എക്സസൈസസ് നമ്മളിപ്പോൾ കാണിച്ച ഈ 5 എക്സസൈസും ഓവർ വെയിറ്റ് യൂസ് ചെയ്ത് നിങ്ങളെ ഫോമോ ടെക്നിക്കിനോ മിസ്റ്റേക്കൺ ചെയ്തിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്യാതിരിക്കുക. യൂസ് എ ഒപ്റ്റിമം വെയിറ്റ് വേർ യു ക്യാൻ ഏബിൾ ടു ഡു 8 to 12 repetitions, വിച്ച് ഈസ് ഫൈൻ. നിങ്ങളിപ്പോൾ മസിൽ ബിൽഡ് ചെയ്യാനാണ് ശ്രമിക്കുന്നതെങ്കിൽ വിച്ച് ഈസ് ഒപ്റ്റിമൽ ലെവൽ ഓഫ് റെപ്പിറ്റേഷൻ യു ക്യാൻ ഏബിൾ ടു ഡു ഇറ്റ്. ഓക്കെ, സോ പിന്നെ ഞാൻ പറഞ്ഞ പോലെ ടെക്നിക്കിൽ എപ്പോഴും ഫോക്കസ് ചെയ്യുക. ഒരിക്കലും നിങ്ങൾ വെയിറ്റ് മൂവ്മെൻറ്റ്സിൽ മാത്രം അങ്ങനെ ഫോക്കസ് ചെയ്യരുത്. മസിൽസിൻ്റെ ആ ഒരു എൻഗേജ്മെൻറ്റ് പ്രോപ്പർലി എക്സിക്യൂഷൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ടൊരു വർക്കൗട്ട് ഡേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ ഈ പറഞ്ഞു തന്നിട്ടുള്ള 5 എക്സസൈസസ് ഈ പറഞ്ഞു തന്ന രീതിയിൽ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി യു വിൽ ഗെറ്റ് ദ ബെസ്റ്റ് റിസൾട്ട്. പിന്നെ ഇതുപോലെയുള്ള യൂസ്ഫുൾ വീഡിയോസിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കോ. അതുപോലെ തന്നെ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കോ. നിങ്ങൾക്ക് ഫിറ്റ്നസിനെ കുറിച്ചിട്ട് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും യു ക്യാൻ കമൻറ്റ് ബിലോ. ദെൻ സീ യു നെക്സ്റ്റ് ടൈം. ബൈ.